CMA ഇന്ത്യ ആരെടുക്കാൻ പാടില്ല. ഈ കോഴ്സുകളുടെ പ്രത്യേകത എന്താണ്? ഈ കോഴ്സും CA തമ്മിലുള്ള വ്യത്യാസം, ഇത് ഏത് യൂണിവേഴ്സിറ്റിയുടെ താഴെയാണ് വരുന്നത്, ഈ കോഴ്സിന്റെ സ്കോപ്പ് എന്താണ്, ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ സാലറി കിട്ടും, നിങ്ങളൊരു പ്രൊഫഷണലായി മാറോ, നിങ്ങൾക്ക് ഒരു എംപ്ലോയി മാത്രമേ ആവാൻ സാധിക്കുള്ളൂ, ഇത് പഠിച്ച് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്, CMA ഇന്ത്യ CMA USA ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം അങ്ങനെ ന്യൂമറസ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസിനും ഓരോന്നായിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഇതിൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം. CMA ആരാണ് ഒരു CMA? അല്ലെങ്കിൽ പഠിച്ച് പാസ് ഔട്ടായി ആർക്കാണ് ഈ CMA എന്ന് പറഞ്ഞ 3 അക്ഷരം നിങ്ങളുടെ പേരിന് മുന്നിൽ വെക്കാൻ സാധിക്കുക? ഒന്ന് ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ 1959 ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീം തന്നെ 1959 ICMAI, അന്ന് ഇത് ICMA അല്ലായിരുന്നു, ഇന്ന് നമുക്ക് സുപരിചിതമായ പേരാണ് ICMA, അന്ന് അത് ICWA ആയിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് രൂപീകരിച്ച് ഇന്ന് ഈ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബോഡിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആർക്കാണ് ഈ വാക്ക് മുന്നേ ഉപയോഗിക്കാൻ പറ്റുക അല്ലേ? നിങ്ങൾ CMA എന്ന് പറഞ്ഞ CMA ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്ത് അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ ഇൻ്റർമീഡിയറ്റും അതിൻ്റെ ഫൈനലും പാസ് ഔട്ടായി ഒരു കൊല്ലത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും നേടിയ ഒരാൾക്കാണ് നിങ്ങൾക്ക് CMA എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഒറ്റ ചോദ്യം, ആരാണ് ഒരു CMA? CMA എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? പറഞ്ഞുതരാം. CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ. ഈ CMA എന്ന് പറഞ്ഞൊരു പ്രൊഫഷണലായ ആളുടെ മേജർ ഉത്തരവാദിത്തം എന്താണ്? ഫോർ എക്സാമ്പിൾ ലിസൺ, ഇപ്പം ഞാനിതാ ഈ കാണുന്നൊരു ബോർഡില്ലേ, ഈ ബോർഡ് ഞാൻ വാങ്ങിച്ചത് 1,50,000 രൂപയ്ക്കാന്ന് വിചാരിക്കാം. അപ്പോൾ 1,50,000 രൂപയ്ക്ക് ഞാൻ ഈ ബോർഡ് വാങ്ങുമ്പോൾ ഇത് വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ടാവും അല്ലേ? ആ കമ്പനിക്ക് ഒരു ലാഭം വേണ്ടേ? ആ കമ്പനിക്ക് ഒരു ലാഭം വേണം. ലാഭത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ കാലത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനിക്ക് ഒരു ലാഭം വേണം. എങ്ങനെ ഈ കമ്പനിക്ക് ലാഭം ഉണ്ടാവുക? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1,20,000 രൂപയ്ക്കായിരിക്കും ഈ ബോർഡ് അവർ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ 30,000 രൂപയായിരിക്കും അവർ ലാഭം ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ 30,000 രൂപ ലാഭം ആഗ്രഹിച്ച് മൊത്തം തുക അവർ എത്രയ്ക്കാണ് ഈ ഐറ്റം വിറ്റത്? 1,50,000 രൂപയ്ക്കാണ് അവർ ഈ ബോർഡ് വിറ്റത്. ഈ 30,000 രൂപ ലാഭം എന്നുള്ളൊരു കാര്യം എങ്ങനെയാണ് ആ കമ്പനി അറിഞ്ഞത്? അവർക്ക് ആദ്യം ഈ ബോർഡ് ഉണ്ടാക്കാൻ എത്ര രൂപ ചിലവായി എന്നറിയണം അല്ലേ? 1,20,000 രൂപ അല്ലേ ചിലവായി? ആ സമ്മ് അല്ലെങ്കിൽ ആ തുക എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത്? ഈ 1,20,000 രൂപ എന്നുള്ള തുക എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത്? ഇത് ഒരു CMA-കാരാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. ഒരു CMA-കാരനാണ് ഈ തുക കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. വലിയ MNC-കളിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു CMA-കാരനാണ്. അപ്പോൾ ഒരു CMA-കാരൻ ഇല്ലാണ്ട് ഒരിക്കലും മൾട്ടിനാഷണൽ കമ്പനീസിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം കോസ്റ്റിങ്ങിൻ്റെ ഈ നമ്മൾ വിലയിടുന്നതിൻ്റെ ഏറ്റവും ബേസ് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന കോഴ്സാണ് CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെലവ് നിശ്ചയിക്കൽ മാത്രമാണോ ഒരു CMA-കാരൻ്റെ ജോലി? അല്ല. എന്തുകൊണ്ടാണ് ഇത്തരം പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾക്ക് ഇത്ര അധികം ഡിമാൻഡ് ഉള്ളത്? കാരണം ഈ പറഞ്ഞത് അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവാണ്, എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒബ്ജക്റ്റീവാണ്. പക്ഷേ ഇത് മാത്രമല്ല, ധാരാളം അധികം സാധ്യതകൾ CMA എന്നൊരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓരോന്നായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് ഈ CMA എന്നുള്ള കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? പല റൂട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നമുക്ക് ഓരോരോ റൂട്ടായിട്ട് എടുത്ത് അതിനെ അനലൈസ് ചെയ്യാം. ഫസ്റ്റ് റൂട്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. വാട്ട് ഡു മീൻ ബൈ പ്രാക്ടീസ്? എന്താണ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു, ഈ കോഴ്സിൻ്റെ എല്ലാ നോളജും നിങ്ങൾ ആർജിച്ചു, എന്നിട്ട് ഇത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റായി ആരുടെയും കീഴിലല്ലാണ്ട് നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഓഫീസ്. അപ്പോൾ നിങ്ങളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളാണ് അതിൻ്റെ പ്രിൻസിപ്പൾ, നിങ്ങളാണ് അതിൻ്റെ മെയിൻ, നിങ്ങൾ എംപ്ലോയീസിനെ വെച്ചു. ഈ എംപ്ലോയീസിനെ വെച്ചിട്ട് എന്താണ് ഓഫീസിൽ നടക്കുക? ആൾക്കാർ നിങ്ങളെ തേടി വരും. എന്തിനാണ് നിങ്ങളെ തേടി വരുന്നത്? കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, പല MNC-കളിലും ഈ കോസ്റ്റിങ്ങിൻ്റെ കാര്യം തീരുമാനിക്കുന്ന CMA-കാരാണല്ലോ. അതുമാത്രമല്ല, അവർ ഈ പല കാറ്റഗറി വലിയ കമ്പനികൾക്കും അവരുടെ കോസ്റ്റിങ്ങിൻ്റെ റെക്കോർഡ്സ് ഒപ്പിടണം. ആ ഒപ്പിടാൻ ആർക്ക് മാത്രമേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അനുവാദമുള്ളൂ? ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള CMA-കാരന് മാത്രമേ നമുക്ക് അനുവാദമുള്ളൂ. ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ CMAസിന് മാത്രമേ ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി പവർ ഉള്ളൂ. അപ്പോൾ വലിയ കമ്പനീസൊക്കെ അവരുടെ കോസ്റ്റ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും, സർ ഇതൊന്ന് വെരിഫൈ ചെയ്ത് ഇതൊന്ന് സൈൻ ചെയ്ത് തരുമെന്ന് വെച്ചാൽ. അപ്പോൾ ഒരു പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള CMA-കാരന് മാത്രമേ അത്തരം കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ, അത്തരം
കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? സൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈനിങ് അതോറിറ്റി നിങ്ങൾക്കാണ്. അത്തരം സൈനിങ് അതോറിറ്റി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് CMAക്കാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. പ്രാക്ടീസ് ചെയ്യുന്ന ഓഫീസ് ഇട്ടിട്ടുള്ള CMAക്കാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. കാരണം ഇന്ത്യയിൽ ഒട്ടനവധി മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്. ധാരാളം പ്രൊഡക്ട്സ് വിറ്റ് വരവുള്ള ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പോൾ അത്രയധികം സ്കോപ്പ് നിങ്ങൾക്ക് ഇതിനുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്ന ഒരു CMAക്കാരന് കോസ്റ്റ് ഓഡിറ്റിൻ്റെ കേസ് മാത്രമല്ല ഉള്ളത്, നിരവധി അധികം ഫൈനാൻഷ്യൽസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമുക്ക് കമ്പനി ഫോർമേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫയലിങ്സ്, GST റിലേറ്റഡ് ഫയലിങ്സ് ഒക്കെ നമുക്ക് ആസ് എ CA ചെയ്യുന്ന പോലെ ഒരു CMAക്കാരന് ചെയ്യാൻ പറ്റും. ആകെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓഡിറ്റ് ചെയ്യാൻ ആർക്കും അനുവാദമില്ല, CMAക്കാരന് അനുവാദമില്ല. അതുപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റിൽ സൈൻ ചെയ്യാൻ ആർക്കും അനുവാദമില്ല, CAക്കാരനും അനുവാദമില്ല. ഒരു കോയിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് CA CMA. ഒന്നില്ലാതെ മറ്റൊന്ന് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഓഫീസ് തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നമുക്കത് ആഗ്രഹം ഉണ്ടെങ്കിലും ഇന്ത്യയിലെ 100 കോടി ആൾക്കാർക്കും അങ്ങനെ സ്വന്തമായിട്ട് സംഭവം ചെയ്യാൻ പറ്റില്ല അല്ലേ? മെജോറിറ്റി ആൾക്കാരും എംപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റിന് പോകുകയാണെങ്കിൽ ഒരു ക്വാളിഫൈഡ് CMAക്ക് എന്ത് തരം എംപ്ലോയ്മെൻറ്റ്സിന് വേണം പോകാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ലൈക്ക് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഒരു CMAക്കാരനും ഒരു കമ്പനിയിലെ മെയിൻ ആയിട്ടുള്ള പൊസിഷൻസിലോട്ടാണ് അവർക്ക് ഫസ്റ്റ് തന്നെ അവർക്ക് എൻട്രി കിട്ടുക. മെയിനായിട്ട് അവർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്നൊരു പേരിലായിരിക്കും അവർക്ക് MNCയിലോട്ട് എൻട്രി കിട്ടുക. കോസ്റ്റിംഗ് മാത്രമല്ല, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് തന്നെ ആസ്പെക്റ്റ് ഉണ്ടെങ്കിലും അത്തരം കമ്പനികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി സാധ്യതകളുണ്ട്. ഇനി മാത്രമല്ല, നമുക്കൊരിക്കലും ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റ് ആയിരിക്കില്ല ഉണ്ടാവുക. കാരണം നമ്മൾ പഠിക്കുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹയർ പോസ്റ്റുകളായിരിക്കും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള CAക്കാരും CMAക്കാരും കിട്ടുക. ഇനി അടുത്തൊരു ചോദ്യമായിരിക്കും, മെജോറിറ്റി കുട്ടികളുടെ ചോദ്യമായിരിക്കും, CMA പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമാണ് അവസരം എന്നുള്ളത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ശ്രദ്ധിച്ചോട്ടാ. നിങ്ങൾ ഓഫീസ് ഇടാന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ പ്രാക്ടീസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമേ സാധിക്കുള്ളൂ. ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, ഇന്ത്യയിൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ എംപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. നമ്മുടെ ലോകത്തെ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന CA ആയാലും CMA ആയാലും അത്രയും വൈഡ് ആയിട്ടുള്ള എല്ലാ രാജ്യത്തിനേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലുള്ള കൺസെപ്റ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഏത് രാജ്യത്തെയും ജോലി സാധ്യതകളും മേഖലകളും നമ്മളെയും അവർ ഇൻവൈറ്റ് ചെയ്യും. കാരണം അവർ പഠിച്ചതിനെക്കാട്ടിയും അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനെക്കാട്ടിയും അധികം നോളജ് ആർക്കുണ്ടാവും, ഇന്ത്യൻസിനുണ്ടാവും. ബിക്കോസ് നമ്മുടെ കോഴ്സ് അത്രയും കോംപ്ലക്സ് ആണ്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഹയറിംഗ് വരുമ്പോഴും ഇന്ത്യൻസിനും എപ്പോഴും ഒരു മുൻഗണന ഉണ്ടാവും. നിങ്ങൾ ലോകത്ത് ഏത് MNCകൾ എടുത്താലും കാണും, മിക്കതായിട്ടും മെയിൻ ആയിട്ടുള്ള എല്ലാ പോസ്റ്റിലിരിക്കുന്നവരും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ആയിരിക്കും. അത് ഇന്ന കൊമേഴ്സ് പോസ്റ്റ് എന്നല്ല, സയൻസ് മേഖല ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം അയാൾ ആർജിച്ചെടുത്ത അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള നോളജ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും കിട്ടിയുകൊണ്ടാണ് അതിന് സാധിക്കുന്നത്. നെക്സ്റ്റ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ടീച്ചിങ് ഫീൽഡ്. അത് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല, പക്ഷേ ചില കുട്ടികൾക്ക് അതിനോടൊരു പാഷൻ ഉണ്ടാവും. ആ പാഷനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ എന്നെ പോലെ ടീച്ചിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ പറ്റും. ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CMA എന്നോ അല്ലെങ്കിൽ CA എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി അധികം പഠിക്കാണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അത്തരം നമുക്ക് അത്രയും സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്കില്ലിനനുസരിച്ചുള്ള റെമ്യൂണറേഷനും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. വളരെയധികം ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ് CA CMA പോലത്തുള്ള ഫീൽഡുകളിലെ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് ടീച്ചിങ് മാത്രമല്ല, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് കരിയറും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ സ്കെയിലായിരിക്കും നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാവുക. ടീച്ചിങ് ഫീൽഡും പ്രാക്ടീസും എംപ്ലോയ്മെൻറ്റും മാത്രമല്ല, ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് കൺസൾട്ടൻസി ഫീൽഡായാലും ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത തരം അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബോഡീസിൽ നിങ്ങൾക്ക് അംഗങ്ങളാവാൻ പറ്റും. പ്രാക്ടീസും എംപ്ലോയ്മെൻറ്റും ടീച്ചിങ്ങും കൺസൾട്ടൻസിയും മാത്രമല്ല, നമുക്ക് PSCയും UPSCയും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു എൻട്രി ബാരിയേഴ്സും ഇല്ലാത്ത എക്സാമുകൾ എഴുതാണ്ട് തന്നെ ക്വാളിഫൈഡ് ആയ CMAക്കാർക്കും CAക്കാർക്കും ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് ജോബ്സിനെ അവർ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യും ഇത്തരം പ്രൊഫഷണൽസിനെ. അപ്പോൾ ഒത്തിരി അധികം സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഈ CMA എന്ന് പറയുന്നത്. ഒത്തിരി അധികം കുട്ടികളുടെ മൈൻഡിലുള്ള ഒരു ചോദ്യമാണ്, ഡിഗ്രി കഴിഞ്ഞ് വരണോ അതോ ഞാൻ CMAക്ക് +2 കഴിഞ്ഞ് വരണോ എന്നുള്ളത്. അത് നമുക്കിപ്പോൾ ഒന്ന് അനലൈസ് ചെയ്യാം. +2 കഴിഞ്ഞ് വരുന്നതാണോ നല്ലത് അഥവാ ഡിഗ്രി കഴിഞ്ഞ് വരുന്നതാണോ നല്ലതെന്നുള്ളത്. പല എൻട്രി ലെവലുണ്ട്. നമുക്ക് +2 കഴിഞ്ഞിട്ടാണെങ്കിൽ ഡയറക്റ്റ് ഫൗണ്ടേഷൻ, പിന്നെ ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ എന്നുള്ള രീതിയിലും, ഡിഗ്രി കഴിഞ്ഞ് വരികയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ എന്നുള്ള 6 മന്ത് സ്കിപ്പ് ചെയ്യാം, നേരിട്ട് ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാറ്റി വെച്ചിട്ട് ICMAയുടെ അതോറിറ്റീസ് എന്താ പറയണമെന്ന് നോക്കാം. ഡിഗ്രി കഴിഞ്ഞ് വരുന്നൊരു കുട്ടിക്ക് വെറും
CMA ഇന്ത്യയിൽ 6 മാസത്തെ എക്സംഷൻ മാത്രമാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 കൊല്ലമായിരുന്നു, ഇപ്പോൾ അത് 4 ഇയേഴ്സ് ആണല്ലേ. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ട് നോളേജ് എടുത്തവർ വരുമ്പോൾ ഇവിടെ വെറും 6 മാസത്തെ എക്സംഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അവരെന്താണ് മെയിൻ ചെയ്യുന്നത്? 4 കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് 6 മന്ത്സ് കിട്ടുന്ന ഫൗണ്ടേഷനിലുള്ള ഒരു കുട്ടിയുടെ നോളേജ് ആയിരിക്കും എന്നുള്ളൊരു അസംഷനിലായിരിക്കും അവരങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ അതും വെച്ച് വായിച്ച് പറയുകയാണ്, കുട്ടികൾ ഒരിക്കലും ഡിഗ്രി എടുത്ത് 4 കൊല്ലം വേസ്റ്റ് ചെയ്തിട്ട് പിന്നെ CMAയിലോട്ട് വരണമെന്നില്ല. നേരിട്ട് +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം +2 കഴിഞ്ഞ് ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ടേ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഏതൊരു കോഴ്സ് എടുത്ത് വന്നാലും CMA ലെവലിൽ ഒന്നില്ലെങ്കിൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ഇൻ്റർമീഡിയറ്റിലോട്ട് മാത്രമേ എത്താൻ പറ്റുള്ളൂ. ഇൻ്റർമീഡിയറ്റ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു കോഴ്സിൽ നിന്നും എക്സംഷൻ എടുത്ത് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് 4 കൊല്ലത്തെ ഡിഗ്രി ടൈം വേസ്റ്റ് ചെയ്ത് വരുന്നതിനായിട്ട് നല്ലത് എപ്പോഴും +2 കഴിഞ്ഞ് 6 മന്ത്സിൻ്റെ ഫൗണ്ടേഷൻ ടൈം കഴിഞ്ഞിട്ട് ഇൻ്ററിലോട്ട് കടക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്നോട് ചോദിക്കണമെന്നുണ്ടാവും, സാർ അപ്പോൾ ഡിഗ്രി വേണ്ടേ? ഡിഗ്രി വേണം. അപ്പോൾ CMA പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഡിഗ്രിയും പാരലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ചോദിക്കുക, അപ്പോൾ അടുത്തൊരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക്, അപ്പോൾ ഈ ഡിഗ്രിയും ഇതും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ് സാധിക്കും. കാരണം ഒരിക്കലും നിങ്ങൾക്ക് ഡിഗ്രിക്ക് വേണ്ടി വേറെ പഠിക്കേണ്ടതായിട്ട് വരില്ല. ആകെ മൊത്തമുള്ള സെമിസ്റ്ററിലുള്ള ഡിഗ്രിയിൽ നിങ്ങൾക്ക് അധികം പഠിക്കേണ്ടി വരിക ലാംഗ്വേജ് മാത്രം, അത് ആദ്യത്തെ 1-2 സെമിസ്റ്ററിലുള്ളൂ. അതിന് മാത്രമുള്ള ടൈം നിങ്ങൾ കളഞ്ഞാൽ മതി. കാരണം ബാക്കിയുള്ള എല്ലാം നിങ്ങൾ എവിടെ പഠിക്കുന്നതാണ്? നിങ്ങളുടെ കോറായ നിങ്ങളുടെ CMAയുടെ ബുക്സിൽ പഠിക്കുന്ന മാത്രമാണ് നിങ്ങൾക്ക് ഡിഗ്രിയിൽ അവിടെ എഴുതി വെക്കാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും അധികം ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുമ്പോൾ ഡിഗ്രിയുടെ എക്സാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്ട്രാ എഫേർട്സിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും അടുത്തൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരും, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മൊത്തം എത്ര കൊല്ലം എടുക്കും? ഡിഗ്രി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കൊല്ലം എടുക്കുക? 4 ഇയേഴ്സ് അല്ലേ. അപ്പോൾ ഡിഗ്രി CMA കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര കൊല്ലം എടുക്കുക? അതും നിങ്ങൾക്ക് 4 കൊല്ലം എടുക്കുള്ളൂ. മൊത്തം 8 കൊല്ലമല്ല, ആകെ മൊത്തം ഡിഗ്രിയും CMAയും കൂടി യു വിൽ ഹാവ് ടു കംപ്ലീറ്റ് ഇൻ 4 ഇയേഴ്സ്. 4 കൊല്ലം ഗ്യാപ്പിൽ ഡിഗ്രി മാത്രം എടുത്ത ഒരാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതേ ടൈം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രിയും CMAയും ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് ഇത് ടഫ് ആണോ എന്നുള്ളതാണ്. പൊതുവെ ഒരു കേൾവി ഉണ്ടല്ലോ, ഇത് ടഫ് ആണെന്നുള്ളത്. ഇത് ഫുൾ A+ ആർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്നുള്ളത്. നമുക്ക് നോക്കാം, ഇത് ഫുൾ A+ ആർക്ക് മാത്രമാണോ സാധിക്കുക എന്നുള്ളത്. 3 ലെവലാണ്: ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ. ആസ് നൗ ഇപ്പോൾ ഉള്ള നിലയ്ക്ക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ CAT എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 6 മന്ത്സ് അല്ലേ, ഇത് കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്യുന്നത് CA ലെവൽ വെച്ചിട്ടാണ്. കമ്പാരിറ്റീവ്ലി CA ഫൗണ്ടേഷനെ കാട്ടിയും എളുപ്പമാണ്. ഫ്യൂച്ചറിൽ എങ്ങനെയാവും നമുക്കറിയില്ല. ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് നൗ ഇത് വളരെ എളുപ്പമാണ്. സോ സ്റ്റുഡൻസ്, നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സായി നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റിലെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ് നേരിട്ട് ഇൻ്റർമീഡിയറ്റിൽ വന്നു. അടുത്ത ചോദ്യം, ഇൻ്റർമീഡിയറ്റ് എന്നെ കൊണ്ട് പാസ്സാവാൻ സാധിക്കുമോ? പാസ്സാവാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്ക് ഉപയോഗിക്കാൻ സാധിച്ചെങ്കിൽ. എന്താണ് ആ വാക്ക്? എഫേർട്ട് ഇടാൻ സാധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് പാസ്സാവാൻ സാധിക്കും. എന്താണ് എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക്കായി അന്നന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന അന്നന്ന് പഠിച്ച് ഡെയിലി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി +2 കളിച്ച കളികളൊക്കെ ഒന്ന് കുറച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് ഫോക്കസ് ചെയ്ത് ഒന്ന് എഫേർട്ട് ഇടാൻ സാധിക്കുകയിൽ വിത്ത് ദ വെരി ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ഇൻ്റർമീഡിയറ്റ് പാസ്സായി പോകാൻ സാധിക്കും. ഈ എഫേർട്ട് ഇടാൻ പറ്റാത്തവർ ദയവ് ചെയ്തതിന് പോരരുത്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് പാസ്സാകാനായിട്ട് സാധിക്കില്ല. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞു. എങ്ങനെ കഴിഞ്ഞ്? നിങ്ങൾ എഫേർട്ട് ഇട്ട റിസൾട്ടായിട്ട് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞു. നിങ്ങൾ നേരെ എങ്ങോട്ട് പോകും? ഫൈനലിലോട്ട് എത്തിയില്ല. അതിന് മുന്നേ ഒരു 1.5 കൊല്ലം, ഒരു 1.5 കൊല്ലത്തെ നിങ്ങൾക്ക് എന്തുണ്ട്? ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു CMAക്കാരുടെ ഇടയിൽ നിന്നിട്ട് നിങ്ങൾ ഒരു പ്രോപ്പർ ട്രെയിനിങ് ചെയ്തു. ആ പ്രോപ്പർ ട്രെയിനിങ് ചെയ്ത് നിങ്ങൾ എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ നേരിട്ട് എന്തിലോട്ട് പോവുകയാണ്? നിങ്ങളൊരു ഫൈനൽ ലെവൽ എക്സാമിലോട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഫൈനൽ ലെവൽ, അടുത്ത ചോദ്യമാണ്, സാർ ഞാൻ ഫൈനൽ ലെവൽ എക്സാം പാസ്സാവും. എന്ത് വേണം? നിങ്ങൾ ഇൻ്ററിലിട്ട അതേ എഫേർട്ട് പ്ലസ് കുറച്ച് ഹാർഡ് വർക്ക് ഇതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ സ്റ്റേജും കടന്നു പോകാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫൈനലുള്ള ഒരു വ്യത്യാസം? ഇൻ്റർമീഡിയറ്റ് ഫൈനലുള്ള വ്യത്യാസം പറഞ്ഞാൽ വോളിയത്തിൽ മാത്രമാണ്. ആ വോളിയം കുറച്ച് കൂടും. നിങ്ങൾ ആരാണോ ഇൻ്റർമീഡിയറ്റ് പഠിച്ചത് അതേ നിങ്ങൾ തന്നെയാണ് ഫൈനലും പഠിക്കാൻ പോകുന്നത്. പക്ഷേ പഠിക്കുന്നതിൻ്റെ ഡെപ്ത് കുറച്ച് കൂടും. അപ്പോൾ അതിനാൽ കുറച്ചും കൂടി എഫേർട്ട് ഉണ്ടായിട്ട് വരും. ആ എഫേർട്ട് എടുത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഫൈനലും പാസ്സായി പോരാനായിട്ട് സാധിക്കും. സാർ, ഞാൻ നിർഭാഗ്യവശാൽ ഒരു എക്സാം തോറ്റു. അപ്പോൾ ഞാൻ ഇനി എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ICMAയ്ക്ക് അറിയാം ഇത് അത്ര എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. അപ്പോൾ
നമ്മൾ ഒരു അറ്റംപ്റ്റ് തോൽക്കുകയാണെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതേ എക്സാം ഒന്നും കൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ആ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങി വരും. ഓരോ 6 മാസം കൂടുമ്പോൾ ദാറ്റ് മീൻസ് ഒരു കൊല്ലം നിങ്ങൾക്ക് 2 എക്സാമുകൾ എഴുതാം. ആ എക്സാം നിങ്ങൾ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റ്, അല്ലെങ്കിൽ പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കാം. ഇനി മാത്രമല്ല, നിങ്ങൾ ഫൗണ്ടേഷൻ നിങ്ങൾ വന്നു, ഡിഗ്രി കഴിഞ്ഞിട്ടോ അതോ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടോ നിങ്ങൾ ഇൻ്റർമീഡിയറ്റിലോട്ട് വന്നു, ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ആയി, ട്രെയിനിങ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഫൈനൽ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവും? നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ +2 കഴിഞ്ഞ് ഇതിലോട്ട് വന്നു, ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞു, ഇപ്പോൾ ഡിഗ്രി ആണെങ്കിൽ നേരെ ഇൻ്റർമീഡിയറ്റിൽ വന്നു, ട്രെയിനിങ്ങില്ല, പക്ഷേ ഫൈനൽ എങ്ങനെ നോക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ പൊസിഷൻ എന്താ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരു CMA ആയില്ല, പേടിക്കണ്ട. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല ട്രെയിനിങ് കഴിഞ്ഞാലും ഇന്ന് മാർക്കറ്റിൽ നിരവധി അധികം ജോലി സാധ്യതകളുണ്ട്. അതിനർത്ഥം ഒരിക്കലും നിങ്ങൾ ഫൈനൽ ക്ലിയർ ചെയ്തെന്നല്ല, നിർഭാഗ്യവശാൽ മുന്നോട്ട് പഠിത്തം കൊണ്ടുപോകാൻ സാധിക്കാതെ പറ്റുമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട. ഇൻ്റർമീഡിയറ്റും ട്രെയിനിങ്ങും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഒരു അക്കൗണ്ട്സ് മേഖലയിലോ ഒരു കോസ്റ്റിംഗ് മേഖലയിലോ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാനായിട്ട് സാധിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൊമേഴ്സുകാരാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. സയൻസുകാരുണ്ടാവും, ഹ്യൂമാനിറ്റീസുകാരുണ്ടാവും, പല ആസ്പെക്റ്റ് എന്ന് പറഞ്ഞ കുട്ടികളുണ്ടാവും. അവരുടെ ചോദ്യം, സാർ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം എന്താ? കൊമേഴ്സ് കഴിഞ്ഞത് വരുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് മാച്ച് എന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ CMA എന്ന് പറഞ്ഞ ഈ ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ മൊത്തം 20 പേപ്പർ ഉണ്ട്. ഈ 20 പേപ്പറിൽ ആകെ ഒറ്റ പേപ്പർ മാത്രമേ നിങ്ങളുടെ +2 ആയിട്ട് റേറ്റഡ് ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അക്കൗണ്ടൻസി. അത് അക്കൗണ്ടൻസി തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ പേപ്പർ നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ അതും കഴിയും. ഒരൊറ്റ പേപ്പർ മാത്രമേ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ബാക്കി എല്ലാം പുതിയ പേപ്പറുകളാണ്. അതും ഈ അക്കൗണ്ടൻസിൽ തന്നെ പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളോട് പഠിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMAയുടെ ബോഡി, ഇവരുടെ വോളിയം എങ്ങനെ അല്ലെങ്കിൽ സിലബസ് എങ്ങനെ സെറ്റ് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ലെവലിൽ വരുന്ന ഒരാൾക്കും ആദ്യം മുതലേ ബേസ് മുതലേ പഠിച്ച് എത്താൻ പറ്റുന്ന ഒരു രീതിയിലാണ്. കാരണം ഇവർ സയൻസുകാരെയും ഹ്യൂമാനിറ്റീസുകാരെയും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെ ഇവരുടെ സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ബേസ് മുതലാണ് നിങ്ങൾക്ക് CMA എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും ഇത് നിങ്ങൾ +2 പഠിച്ചതല്ലേ അതിൻ്റെ ബാക്കിയാണെന്നുള്ളൊരു സംസാരം നിങ്ങൾക്ക് എവിടെ നിന്നും കേൾക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഏതൊരു കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയാലും നിങ്ങൾക്ക് എഫേർട്ടിന് റെഡി ആണെങ്കിൽ, പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പാസ്സായി ഒരു പ്രൊഫഷണൽ ആവാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ വെക്കുകയാണ്, നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ അല്ലെങ്കിൽ പഠിക്കാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ കോഴ്സിലോട്ട് എൻ്റർ ചെയ്ത് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ഗതി ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ട് പഠിക്കാൻ എഫേർട്ട് ഇടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം വെൽക്കം ടു CMA. ഇനി പഠിച്ച് പാസ്സായി കഴിഞ്ഞ് നിങ്ങളുടെ പേരിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഈ 3 അക്ഷരം ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോ. +2 എഴുതുന്ന കുട്ടികളായാലും ഡിഗ്രി എഴുതുന്ന കുട്ടികളായാലും ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോ. ഇപ്പോൾ തന്നെ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കി വെച്ചോ. നിങ്ങൾക്ക് 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൻ്റെ മുന്നിൽ CMA എന്നുള്ള വാക്ക് ചേർക്കാനായിട്ട് സാധിക്കും.